ഭൂമിക്ക് കാറ്റടിക്കുവാണോ? അല്ല, ഭൂമിക്ക് കാറ്റടിക്കുവാണോ? ഭൂമിക്ക് കാറ്റടിച്ചല്ല, ഒരു കൊട്ടേഷൻ കിട്ടിയായിരുന്നു. അപ്പൊ അത് അമ്പലത്തിൽ പോയെന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്നപ്പോ ഒരു ചെരുപ്പ് ഏതോ ഒരുത്തൻ അടിച്ചോണ്ട് പോയി. ഞാൻ പിടിച്ചോളാം അവനെ. അല്ല, ഇങ്ങനെ റിമ്മിടിച്ച് വരുന്നതുകൊണ്ട് ചോദിച്ചു പോയതാ. അല്ല, എന്താ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താ? എന്താന്നോ, ബിനുവിനെ ഒന്ന് കാണാൻ വന്നതാ. ബിനുവിനെ ഒന്ന് വാൺ ചെയ്യാൻ വന്നതാണ്. എന്നെ എന്ത് വാൺ ചെയ്യാൻ? ഒന്ന് താക്കീത് ചെയ്യാൻ വന്നതാണ്. എന്തിന്? താങ്കളുടെ കോമഡി ഒന്ന് നിർത്തണം, എന്നിട്ട് കുറച്ച് സീരിയസ് ആകണം കേട്ടോ. താൻ കുറച്ച് സീരിയസ് ആകണം, കോമഡി കുറച്ചിട്ട് കുറച്ച് സീരിയസ് ആകണം. നീ ആരാ ഇവിടെ വന്ന എന്നോട് സീരിയസ് ആവാൻ പറയാൻ? കോമഡി നീ ആരാ? നീ ആരാ? നീ ആരാ? നീ ഒരു കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ, ഇത്രയും സീരിയസ് ആകണ്ട. ഇടയ്ക്ക് മറ്റേയില്ല അതൊക്കെ ഇടാം. ഇത്തിരി കടുപ്പം പിടിച്ച സീരിയസ് ആയി പോയോ? ഈ കവളത്തെ ഒരു കറുത്ത പാട് കാണുന്നുണ്ടോ? കവളത്തെ ഒരു കറുത്ത പാട് ഇതാണോ? ഞാനൊരു ഗുണ്ടയാണല്ലോ. ആണോ? ഈ ഗുണ്ട എന്ന നിലക്ക് എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് ഇടിമേടിച്ചിട്ടുണ്ട്. ആണോ? ഒരുപാട് പേര് ഇടിമേടിച്ചിട്ടുണ്ട്. ഈ ഇടിമേടിച്ചവരെല്ലാം എന്റെ ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കത്തൊന്നുമില്ലല്ലോ. എനിക്ക് എന്തെങ്കിലും മരണയെന്നും പറഞ്ഞ് എനിക്ക് എന്റെ പ്രാകാരല്ലേ ഉള്ളൂ. അങ്ങനെ പ്രാക്ക് എനിക്ക് ഏക്കാതിരിക്കുന്നതിന് വേണ്ടി എന്റെ അമ്മ എനിക്ക് ചുറ്റുകുത്തി വിട്ടേക്കുന്നതാണിത്. നെറ്റിയിലെ എന്തോ ഈ ഒരു ചുവന്ന പൊട്ടിങ്ങനെ, അത് പൊട്ടല്ലത്. കുറച്ചു മുമ്പ് ഒരു മുട്ടൻ കൊതുക് ഇവിടെ എന്റെ കുത്തി. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എന്റെ ചോര കുടിച്ചതങ്ങനെ വീർത്ത് വീർത്ത് വരുവാ. ഒന്നും നോക്കിയില്ല, ഒരൊറ്റയടി ഇങ്ങനെ എന്റെ ചോര തന്നെയാണത്. ഞാൻ എന്റെ ചോര കൊണ്ട് ഗോപി അടിച്ചേക്കുവാ. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ബിനുചേട്ടനോട് സീരിയസ് ആണെന്ന് പറയാനുള്ള കാര്യം എന്താ? സീരിയസ് ആണെന്ന് പറയാനുള്ള കാരണമുണ്ട്. എന്റെ ബോസിന്റെ പേര് ബിനു എന്നാണ്. അയാൾ വലിയ കേരളം കിളികിട വിറപ്പിക്കുന്ന കൊട്ടേഷൻ ടീമാണ്. അദ്ദേഹം കൊട്ടേഷൻ ബിനു എന്ന് പറഞ്ഞാൽ ആരും പേടിക്കുന്നില്ല. ഗുണ്ട ബിനു കേട്ടിട്ടില്ലേ? ആ ഗുണ്ട ബിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പേടിക്കുന്നില്ല. കാരണം എന്താ? ഈ ബിനുവിന്റെ കോമഡി കേട്ടിട്ട് ഇപ്പൊ എല്ലാരും ബിനു എന്ന് പറയുമ്പോൾ ഇങ്ങേരുടെ മുഖമാണ് ഓർക്കുന്നത്. അപ്പം ഞങ്ങളുടെ ബോസിന് ഒരു വിലയും കിട്ടുന്നില്ല. അതുകൊണ്ട് കോമഡി കുറയ്ക്കണം, കുറച്ച് സീരിയസ് ആകണം. കുറയ്ക്കില്ല. അല്ല ചോദിക്കട്ടെ, ചേട്ടൻ എന്തായാലും ഒരു ഗുണ്ടയാണല്ലോ, ചേട്ടൻ ജിമ്മിലൊക്കെ പോകാറുണ്ടോ? ജിമ്മിൽ പോകാറില്ല, ഞാൻ ചിലപ്പോഴൊക്കെ ചമ്മി പോകാറുണ്ട്. ഈ വയറും വെച്ചോണ്ട് ഞാൻ ഏതെങ്കിലും ജംഗ്ഷനിൽ പോയി നിൽക്കുമ്പോ എല്ലാരും ഇങ്ങനെ നോക്കുമ്പോ എനിക്കതൊരു ചമ്മലല്ലേ അത്. അങ്ങനെ ഞാൻ ചമ്മി പോകാറുണ്ട്. ശരി ശരി, ഞാൻ ഈ ഗുണ്ടകളെ കാണുമ്പോ കുറെ കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. എന്താണാവോ? ഗുണ്ടകളൊക്കെ ഭയങ്കര ഗൗരവമായിട്ടാണോ നടക്കുന്നത്? മറ്റുള്ളവരെങ്ങനെ നടക്കുന്നു എനിക്കറിയത്തില്ല. ഞാനൊരു കൊച്ചു പിച്ചാത്തിയായിട്ടാണ് നടക്കുന്നത്. അത് എപ്പോഴും എൻ്റെ അരയെ കാണും. അതിൽ തന്നെ തീരുവോന്നാണ് എൻ്റെ പേടി. വസക്കേടായിട്ടും കാണും. ഇപ്പോഴും കാണണോ? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ഗുണ്ടകൾക്കുണ്ടല്ലോ ഒരു കലാഹൃദയം ഇല്ല. എന്തെങ്കിലും ഒരു പരിപാടി, ഒരു സ്റ്റേജോ നടക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ താഴെ ഇരുന്ന് കൂവും, കല്ല് പെറുക്കി എറിയും, ബഹളം വെക്കും, കള്ളു കുടിക്കും. കലാഹൃദയം ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒരിക്കലും ഒരു ഗുണ്ടയാവാൻ പറ്റില്ല, അറിയോ? നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കലാഹൃദയം, കലാബോധം അല്ലേ? ധാരാളം പറഞ്ഞത്. ഞങ്ങൾ ഗുണ്ടകൾക്കുണ്ടോ കലാബോധം? എന്ത് കലാബോധം? എന്ത് കലാബോധം? ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയാം. അഭിനയിക്കാൻ നിങ്ങൾക്ക് ഭാവങ്ങളൊക്കെ അറിയോ? രസങ്ങൾ ധാരാളം പറഞ്ഞത് ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന്. ഒരു പോലീസ് പിടിക്കാൻ വരുമ്പോൾ ഞങ്ങൾ എന്തൊക്കെ ഭാവങ്ങൾ, എന്തൊക്കെ രസം കാണിച്ചാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പോലീസിനെ കാണുമ്പോ എന്ത് രസമാണ്? ഭയാനകം. സ്റ്റേഷനിലെത്തുമ്പോഴോ? പീപ്പിൾസം. വനിതാ പോലീസിനെ കാണുമ്പോഴോ? ശൃംഗാരം. ഈ സെല്ലിനകത്ത് കിടക്കുമ്പോഴോ? ശാന്തം. റിലീസ് ചെയ്യുമ്പോ ഹാസ്യം. കലാകാരൻ തന്നെ. അപ്പൊ ഞങ്ങൾ അഭിനേതാക്കളല്ലേ? അതെ അതെ, ഇത്രയും രസങ്ങൾ കാണിച്ചിട്ടാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത്. സംഭവം ഓക്കെ. പക്ഷെ ഒരു കാര്യമുണ്ട് ചേട്ടാ, ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു ഫ്ലോറിൽ വന്ന് പബ്ലിക്കായിട്ട് ഒരാളെ വെല്ലുവിളിക്കുക, അതൊരു ആർട്ടിസ്റ്റിനെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ഈ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അത് ശരി, നിയമം കൊണ്ട് നേരിടാനാണ് ഭാവം. അതെ അതെ. അത് നിങ്ങൾ നിയമം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. എവിടെ? ഞാൻ ജനിച്ചത് കേരളത്തിലാണ്, പഠിച്ചത് ചെന്നൈയിലും. ജനിച്ചത് കേരളത്തിലും പഠിച്ചത് ചെന്നൈയിലാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടോ കുട്ടി? എന്താ? രാവിലെ എണീറ്റ് ചെന്നൈയിൽ പോയി പഠിക്കുന്നു, വൈകിട്ട് തിരിച്ച് കേരളത്തിൽ വരുന്നു. പിറ്റേ ദിവസം രാവിലെ എണീക്കുന്നു, ചെന്നൈയിൽ പോയി പഠിക്കുന്നു, വൈകിട്ട് കേരളത്തിലെത്തുന്നു. ചേട്ടാ അല്ല, നിങ്ങൾ ഗുണ്ടായത് ബുദ്ധിയുള്ള ആരെങ്കിലും ഗുണ്ടാവോ? അതുപോട്ടെ, ഇത് കേക്ക്. ഈ പുതിയ തലമുറയിലെ വളർന്നു വരുന്ന ഗുണ്ടകളോട് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു തവണ ഞാൻ ഒന്ന് പറഞ്ഞു നോക്കിയതാ. എന്നാലും ഒരു എന്നോട് പറയാ,
ഡാ പോയി തരത്തിൽ പോയി കളിക്കാൻ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവനൊന്നും അധികം വളരത്തില്ല. അപ്പൊ ഇവനെന്തോ ഉപദേശിക്കാനാ. അതെ ഞാൻ പറഞ്ഞ ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. കുറച്ച് ഒന്ന് കുറയ്ക്കണം, കുറച്ച് ഗൗരവമാണ് കേട്ടോ. ബിനു ചേട്ടാ അതൊന്ന് പറഞ്ഞു. കുറയ്ക്കുന്നില്ല. കുറയ്ക്കത്തില്ലേ? ഞാൻ കുറയ്ക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒറ്റ ഫോൺ കോൾ മതി പിള്ളേര് വന്ന് പൂളിയച്ച് പോകും കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം, പിള്ളേര് വന്ന് പൂളിട്ട് പോവാൻ ഞാൻ പഴുത്തിരിക്കണ മാങ്ങയൊന്നുമല്ല. അതൊക്കെ എന്നാലും അവന്മാര് പറഞ്ഞോളൂ ഇത് പഴുത്തിരിക്കുകയാണോ പച്ചയാണോ. കുറെ നേരമായി. അങ്ങനെ ചെല്ലു ബിനു ചേട്ടാ, അങ്ങനെ ചെല്ലു, അങ്ങനെ ചെല്ലു. പിന്നെ അവനോട് ചോദിച്ചിട്ട് ചോദിക്കട്ടെ? ചോദിക്ക് ധൈര്യമായിട്ട് ധൈര്യമായിട്ട്. ചേട്ടാ ഞാൻ ഇയാൾ എന്ത് ചെയ്യുന്ന ഒന്നുമില്ല. ഇയാൾ കൂടുതൽ വർത്താനം പറയണ്ട. എന്താ പറഞ്ഞേ? എന്ത് ഇയാൾ എന്താ പൂളിട്ട് പോകുന്നോ? നിങ്ങൾ കുറച്ച് കോമഡി കുറച്ച് ഇച്ചിരി ഗൗരവമായില്ലേ ഉണ്ടോ. പിള്ളേർ വന്ന് പൂളിയച്ച് പോകാന്നാ പറഞ്ഞത്. പിള്ളേര് വന്ന് പൂളിട്ട് പോകും. ഒറ്റ ഫോൺ കോൾ മതി. ആണോ? എന്നാ നീ ഒരു കാര്യം, നീ പിള്ളേരെ വിളിക്ക്. ഏത് നീ ഇപ്പൊ എന്നെ പൂളൂന്ന് പറഞ്ഞ പിള്ളേരെ വിളിക്ക്. ചേട്ടാ ചുമ്മാ കളിക്കാൻ. ഇനി പൂളിയിട്ട് ഇവിടെ കാര്യം നടന്നു. നിങ്ങൾ സീരിയസ് മനസ്സിലാക്കാതാണ് ഈ പറയുന്നത്. സീരിയസ് അല്ല. അപ്പോഴും ഇയാൾ പറഞ്ഞാൽ കേൾക്കാൻ ഭാവമില്ല. കേൾക്കാൻ ഭാവമില്ല. ഇനി പൂള് കഴിഞ്ഞിട്ട് മതി ഇവിടെ. ഞാൻ വിളിക്കും. ഇയാൾ വിളിക്കേ. ഓക്കെ ആണല്ലോ. പൂളോ സ്വിമ്മിങ്ങോ എന്തെങ്കിലും ആവട്ടെ. ഇയാളെ വിളിക്കും. വിളിക്കണോ? വിളിക്കണം. വിളിക്ക്. പിന്നെ 1 രൂപ എടുക്കാം. എന്തിന്? കോയിൻ ബുത്തി പോയി വിളിച്ചിട്ട് വരാം. അവൻ മറ്റേ പിള്ളേരെ പൂളുന്നേ. അവന്റെ 1 രൂപ പോലും എടുക്കാതെയുള്ള ആളാണ് എന്നെ പൂളൂന്ന് പറയാൻ വന്നത്. പൂളും അത് പൂളും.